ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭാ യോഗമെടുത്ത ചില തീരുമാനങ്ങൾ കൂടി അറിയിക്കാനുണ്ട്. അതിലൊന്ന് വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ളതാണ്. 2025 തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ നിന്ന് 24,08,503 പേർ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ കരട് പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 19,32,000 പേർ വോട്ടവകാശം ഉറപ്പിക്കാൻ രേഖകളുമായി വീണ്ടും ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരും. നിലവിൽ 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർ അവരുടെ ബന്ധുത്വം 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തണമെന്ന നിബന്ധനയുള്ളതുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ 19,32,000 പേരും തങ്ങളുടെ വോട്ടവകാശം സ്ഥാപിച്ചു കിട്ടാൻ വീണ്ടും ഈ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ട കഠിനമായ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അത് പൊതുമണ്ഡലത്തിൽ ലഭ്യമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല. ഇതുകൂടാതെ 2002 എന്തെങ്കിലും കാരണത്താൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവർ ഇപ്പോൾ പുറത്താക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിനു മുൻപും അതിനുശേഷവും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന പലരും SIRൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. അതിൻ്റെ കണക്ക് എത്രയെന്ന് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിരുന്ന വ്യക്തികളാണ് ഒഴിവാക്കപ്പെടുന്നത് എന്നതാണ് ഇവിടെ പ്രധാനം. ചില ബൂത്തുകളിൽ അവിശ്വസനീയമായ തരത്തിൽ വോട്ടർമാർ ഒഴിവാക്കപ്പെടുന്നു. ഉദാഹരണത്തിന് പോളിംഗ് സ്റ്റേഷൻ 138 ശ്രീവരാഹം. ഈ ബൂത്തിൽ ആകെയുള്ള 1224 വോട്ടർമാരിൽ 704 പേരുടെ വിവരം ലഭ്യമല്ല എന്നാണ് കാണുന്നത്. ഇത് സംശയാസ്പദമായ കാര്യമാണ്. സംസ്ഥാനത്ത് മറ്റ് ചിലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട് എന്നാണ് അറിയുന്നത്. അർഹതയുള്ള ഒരു വോട്ടർ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല എന്നുറപ്പാക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനമാണ്. ഇതുറപ്പാക്കുക എന്നത് സർക്കാരിനുള്ള ഉത്തരവാദിത്വവുമാണ്. അതിനാൽ കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. വില്ലേജ് ഓഫീസിൽ സൗകര്യമില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുടെ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആ വില്ലേജ് ഓഫീസിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങളുണ്ടെങ്കിൽ തൊട്ടടുത്ത സർക്കാർ ഓഫീസുകളിൽ വില്ലേജ് ഓഫീസർക്ക് സൗകര്യമൊരുക്കാവുന്നതാണ്. അത് വില്ലേജ് ഓഫീസറാണ് തീരുമാനിക്കേണ്ടത്. ഹെൽപ്പ് ഡെസ്കുകളിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി 2 ഉദ്യോഗസ്ഥരെ വീതം ചുമതലപ്പെടുത്തും. ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അതത് ജില്ലാ കളക്ടർമാരെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നതികൾ, തീരദേശ മേഖല, മറ്റ് പിന്നോക്ക പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ സഹായങ്ങൾ നൽകും. ഇതിന് വില്ലേജ് ഓഫീസർമാരുടെ ആവശ്യപ്രകാരം അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്തും. വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 18 വയസ്സ് പൂർത്തിയായവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തും. ഇതിന് അതാത് സ്ഥാപനങ്ങളിൽ ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിച്ച് ആവശ്യമായ ബോധവൽക്കരണവും നടത്തും. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ SIR അനാവശ്യ ധൃതിയിൽ നടത്തുന്നത് ആശാസ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഒന്നിലധികം തവണ അഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ ധൃതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിതീവ്ര പരിശോധനയ്ക്കായി മുന്നോട്ട് പോവുകയാണുണ്ടായത്. ഇത് ജനാധിപത്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.